Students, welcome to the class. ഇപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ 31 ഡിസംബറിനാണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ സിലബസിലെ മോഡ്യൂൾ 1 ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. കറണ്ട് ഡിവിഷൻ റൂൾ വരുന്നുണ്ട്, വോൾട്ടേജ് ഡിവിഷൻ റൂൾ, അതുപോലെ റിലേറ്റീവ് പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്റ്റേഴ്സ്, അതിൻ്റെ VI റിലേഷൻസ് ആൻഡ് എനർജി സ്റ്റോർഡ്, അതുപോലെ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, അതുപോലെ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇനി ഒരു ക്വിക്ക് റിവിഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ടോപ്പിക് വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി ചെയ്യാനാണ്. ഇവിടെ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഓഫേഴ്സ് ആൻ ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലേ? ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഒപ്പോസിഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ്. നൗ നമുക്കറിയാം ഒരു വയറിൽ 1 ohm റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ദാറ്റ് അതിലൂടെ നമുക്കൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന് അക്രോസ് ആയിട്ടൊരു 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് കോസസ് 1 ampere ടു ഫ്ലോ ത്രൂ ഇറ്റ്. 1 ampere കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നു എന്നാണ് അർത്ഥം, അല്ലേ? ഇപ്പോൾ AB എന്ന് പറയുന്ന ഈ പോയിന്റിന് അക്രോസ് ഒരു 1 volt ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉള്ളത്. ഇതിലൂടെ ഒരു 1 ampere കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് റെസിസ്റ്റൻസ് 1 ohm ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു നമ്മളറിയാം V/I ആണ്, അല്ലേ? നമ്മൾ ഓംസ് ലോ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നൗ ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദയർ ഓമിക് വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ വാല്യൂ റെസിസ്റ്റൻസസ് ഒക്കെ ഉണ്ട്. ഇവിടെ ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബിലോ 1 ohmനെയാണ് നമ്മൾ ലോ റെസിസ്റ്റൻസസ് എന്ന് പറയുക. ദാറ്റ് ഈസ് മെഷേർഡ് യൂസിങ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആണ്. അതുപോലെ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm മുതൽ ഒരു 100 kilo ohms വരെയൊക്കെയുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വോൾട്ട് മീറ്റർ, അമീറ്റർ ഒക്കെ വെച്ചിട്ടുള്ള മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓം മീറ്റർ വെച്ചിട്ടോ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എബോവ് 100 kilo ohmസിലൊക്കെ വരുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഹൈ വാല്യൂ റെസിസ്റ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലോസ് ഓഫ് റെസിസ്റ്റൻസിൽ നമുക്കറിയാം ഒരു കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. അതിൽ ആ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. R ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A, അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. നൗ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് മെറ്റീരിയൽ. ഏത് ടൈപ്പ് മെറ്റീരിയൽ ഓർ കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിപ്പെൻഡ് അപ്പോൺ ദി ടെമ്പറേച്ചർ ഓൾസോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A ഓർ R ഇസ് ഈക്വൽ ടു റോ L/A വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. R ഇസ് ഈക്വൽ ടു റോ L/A. നൗ ഇവിടെ റോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്, അല്ലേ, ഓഫ് ദി മെറ്റീരിയൽ. ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഒരു ലോ ഓഫ് റെസിസ്റ്റൻസസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ, ആൻഡ് ആൾസോ ദ നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ ഓൾസോ. സോ R ഇസ് ഈക്വൽ ടു റോ L/A ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, നൗ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. ഇവിടെ പറഞ്ഞ റോ എന്താണെന്ന് നോക്കാം. R ഇസ് ഈക്വൽ ടു റോ L/A ആണ്, അല്ലേ? ഇഫ് ലെങ്ത് ഇസ് ഈക്വൽ ടു 1 meter ആണ്, ഏരിയ എന്ന് പറയുന്നത് 1 meter square ആണ്, ദെൻ റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? റോ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും L1 ഏരിയ 1 square, അല്ലേ? സോ R ഇസ് ഈക്വൽ ടു വാട്ട്? ദാറ്റ്സ് ഈക്വൽ ടു സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി, അല്ലേ? നൗ ഹിയർ ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് by 1 meter length of wire of material having an area of cross section of 1 meter square. Okay, now അല്ലെങ്കിൽ നമുക്കൊരു ക്യൂബിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ഈ ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ മെറ്റീരിയൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ദി മീറ്റർ ക്യൂബ് ഓഫ് ദി മെറ്റീരിയൽ. ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ദി മീറ്റർ ക്യൂബ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ യൂണിറ്റും നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. നൗ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങൾ G ഇസ് ഈക്വൽ ടു 1/R ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് മോ. ഓം നമ്മൾ തിരിച്ചിട്ടാണ്, അല്ലേ? മോ അല്ലെങ്കിൽ സീമൻ എന്ന് പറയും. ഓക്കെ, യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് മോ ഓർ സീമൻ. നൗ കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ ഈസ് കാൾഡ് കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ
റെസിപ്രോക്കൽ. ദാറ്റ് മീൻസ് സിഗ്മ ഇസ് ഈക്വൽ ടു, ഇവിടെ സിഗ്മ എന്നുള്ള സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ. ഓക്കെ, സോ SI യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി സീമൻ മീറ്റർ ആണ്, ഓർ ഓം പെർ മീറ്റർ, സോറി മോ പെർ മീറ്റർ അല്ലേ, മോ പെർ മീറ്റർ ആണ് യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നൗ ഓംസിലോ എന്താ നോക്കാം. ഇവിടെ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് I ഫ്ലോയിങ് ത്രൂ എനി കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. I ഈസ് പ്രൊപ്പോർഷണൽ ടു V വോൾട്ടേജ്, ഓർ V/I is a കോൺസ്റ്റൻറ്റ് കാൾഡ് റെസിസ്റ്റൻസ് അല്ലേ. R is equal to V/I. ഇവിടെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വെച്ചാൽ മതി, V, I and R. ഓക്കെ, സോ V is equal to what? IR. R is equal to what? V/I. I is equal to what? V/R. So R is the resistance of the conductor between 2 points. Now effect of temperature on resistance. ഇപ്പോൾ നമ്മൾ ഓംസ് ലോയുടെ ഡെഫിനേഷൻ തന്നെ പറഞ്ഞു, at constant temperature the current flowing through a conductor is proportional to potential difference across the conductor. So temperature dependent ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ റെസിസ്റ്റൻസ് മെറ്റൽ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ആസ് ദേ ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, നൗ ഇനി സം മെറ്റീരിയൽ ലൈക്ക് ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിലൊക്കെ, ഗ്ലാസ്, മൈക്ക, റബ്ബർ പോലെയുള്ളതിലൊക്കെ, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുന്നു. ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ കുറയുക. ഓക്കെ, അതിനെയാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നൗ ദ റെസിസ്റ്റൻസ് ഓഫ് അലോയ്സ് ഇൻക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ, ബട്ട് ദിസ് ഇൻക്രീസ് ഇൻ വെരി സ്മോൾ ആൻഡ് ഇറഗുലർ. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്, ഒന്ന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ആ സബ്സ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു. ദാറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, PTC. NTC എന്ന് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് ടെമ്പറേച്ചർ ഡിക്രീസ് ആയാൽ അല്ലെങ്കിൽ ഇൻക്രീസ് ആയാൽ റെസിസ്റ്റൻസ് ഓഫ് ദി സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവുന്നു. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ആവുന്നു. ദാറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്കിപ്പോൾ നമ്മൾ ഓംസ് ലോ പറഞ്ഞു, റെസിസ്റ്റൻസ് എന്താ പറഞ്ഞു, ലോസ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞു. ഇനി DC സർക്യൂട്ട്സ് ആണ് എന്താ നോക്കാം. ഇവിടെ നമുക്കൊരു ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ബാറ്ററി വരച്ചിട്ടുണ്ട് അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഒരു ബാറ്ററി ഉണ്ട്. അവിടെ നമ്മളൊരു ബൾബ് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിയിലൊരു നമുക്കറിയാം ഒരു വോൾട്ടേജ് ഉണ്ടാകും. ഈ വോൾട്ടേജിൽ നിന്ന്, ഈ ഒരു സോഴ്സിൽ നിന്ന് നമുക്കൊരു കറണ്ട് ത്രൂ ദിസ് ബൾബിലേക്ക് വരുന്നുണ്ട് അല്ലേ, ഈ ഒരു ലൈനിൽ. ഓക്കെ, ഈ ഒരു ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ ദി ഡയറക്റ്റ് കറണ്ട് ഈസ് കാൾഡ് DC സർക്യൂട്ട്. അപ്പോൾ ഒരു DC സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം വരക്കണം, എന്നിട്ട് പറയണം ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്, അതിനെ നമുക്കൊരു DC സർക്യൂട്ട് എന്ന് പറയാം. ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ എ ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, ഒരു DC കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ ഒരു ക്ലോസ്ഡ് പാത്തിനെ നമുക്ക് എന്ത് പറയാം? ഒരു DC സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഒരു DC സർക്യൂട്ടിൽ എസെൻഷ്യലി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഒരു സോഴ്സ് ഓഫ് DC പവർ, ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും അല്ലേ. നൗ ദ കണ്ടക്ടർ ദാറ്റ് ക്യാരി കറണ്ട്. അപ്പോൾ ഒരു വയർ ഓർ സം അതർ കണ്ടക്ടർ ഉണ്ടാവും അല്ലേ. ആ കണ്ടക്ടറിലൂടെയാണ് കറണ്ട് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. അതുപോലെ ഒരു കൺട്രോളിങ് ഡിവൈസ് ഉണ്ടാവും. അപ്പോൾ ഈ ബൾബിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ സ്വിച്ച് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു കൺട്രോളിങ് ഡിവൈസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഒരു കൺട്രോളിങ് ഡിവൈസ് കൂടിയായി. അതുപോലെ കൺസ്യൂമിങ് ഡിവൈസ് ഉണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബാണ് നമ്മുടെ ഈ കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഈ ഒരു സോഴ്സ് കൺസ്യൂം ചെയ്യുന്ന ഈ ഒരു ബൾബാണ്. അപ്പോൾ കൺസ്യൂമിങ് ഡിവൈസ്. അപ്പോൾ ഒരു DC സർക്യൂട്ടിൽ എസെൻഷ്യലായിട്ട് വരേണ്ട കാര്യങ്ങൾ ഒന്നൊരു DC പവർ പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററി അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ്, പിന്നെ അത് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഉണ്ടാവും, കൺട്രോളിങ് ഡിവൈസ് ഉണ്ടാവും, പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോഡ് അല്ലെങ്കിൽ കൺസ്യൂമിങ് ഡിവൈസ് ഉണ്ടാവും, ഇവിടെ കൊടുത്തിരിക്കുന്ന ബൾബ് പോലെ അല്ലേ. ഓക്കെ, ഇതാണ് DC സർക്യൂട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, DC സർക്യൂട്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, ഇവിടെ നമുക്ക് DC സർക്യൂട്ട്സിനെ 2 അല്ലെങ്കിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സീരീസ് സർക്യൂട്ട്സ്, ദെൻ പാരലൽ സർക്യൂട്ട്സ് ആൻഡ് സീരീസ് പാരലൽ. അപ്പോൾ എന്താണ് സീരീസ് സർക്യൂട്ട്? ഇവിടെ നോക്കും നിങ്ങൾ, 3 റെസിസ്റ്റേഴ്സ് 1,
2, 3 അല്ലേ, 3 റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. എന്താണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ കഴിഞ്ഞ് അതിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് തന്നെ അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു, അടുത്ത റെസിസ്റ്ററിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. ഈ മൂന്നിനും കൂടി അക്രോസ് ആയിട്ട് ഒറ്റ പവറാണ് കൊടുത്തിരിക്കുന്നത്, ഈ വോൾട്ടേജ് സോഴ്സ് അല്ലേ, വി. ഓക്കെ, നൗ a DC circuit in which resistances are connected end to end so that there is only one path for current to flow through it. That is called DC series circuit. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് കറണ്ട് ഐ ദാറ്റ് ഫ്ലോസ് ത്രൂ ദിസ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ സെയിം കറണ്ടാണ് ആക്ച്വലി R1-ലൂടെയും R2 റെസിസ്റ്ററിലൂടെയും R3 റെസിസ്റ്ററിലൂടെ ഒക്കെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കറണ്ടിന് ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ട്. ഈ ഒരു ഡി സി സർക്യൂട്ടിൽ 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇതാണ് ഡി സി സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. കൺസിഡർ 3 റെസിസ്റ്റൻസ് R1, R2 ആൻഡ് R3 ഓംസ് കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ ബാറ്ററി ഓഫ് V വോൾട്ട്. ദർ ഈസ് ഓൺലി വൺ പാത്ത് ഫോർ കറണ്ട്. കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ നെഗറ്റീവിലേക്ക് വരുന്നു. പോസിറ്റീവിൽ നിന്നാണ് നമുക്കറിയാം കൺവെൻഷൻ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ കറണ്ടിന് ഇവിടെ ഫ്ലോ ചെയ്യാൻ ഒരൊറ്റ പാത്ത് മാത്രമേ. ദ കറണ്ട് ഈസ് സെയിം ത്രൂ ഔട്ട് ദ സർക്യൂട്ട്. ഓക്കെ, നൗ വോൾട്ടേജ് അക്രോസ് ദ വാരിയസ് റെസിസ്റ്റൻസസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം വോൾട്ടേജ് അക്രോസ് R1 എന്ന് പറയുന്നത് V1 ആണ്, വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറയുന്നത് V2 ആണ്, വോൾട്ടേജ് അക്രോസ് R3 എന്ന് പറയുന്നത് V3 ആണ്. ഓക്കെ, അപ്പോൾ V1 ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ബി അവർ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണ്. ഇപ്പോൾ കറണ്ട് സെയിം ആണ്, അപ്പോൾ I ഇൻറ്റു R1. V2 ഈസ് ഈക്വൽ ടു വാട്ട് I ഇൻറ്റു R2. V3 ഈസ് ഈക്വൽ ടു വാട്ട് I ഇൻറ്റു R3. ഓക്കെ, നമുക്കറിയാം ഓംസ് ലോ പ്രകാരം നമ്മൾ എഴുതി V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1, V2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2, V3 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R3. ഇപ്പോൾ ഇവിടെ ടോട്ടൽ വോൾട്ടേജ് എന്താ കിട്ടുക, V ഈസ് ഈക്വൽ ടു വാട്ട് V1 പ്ലസ് V2 പ്ലസ് V3 അല്ലേ. അപ്പോൾ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ വാല്യൂസ്. അപ്പോൾ V1 ഈക്വൽ ടു I ഇൻറ്റു R1, V2 ഈക്വൽ ടു I ഇൻറ്റു R2, V3 ഈക്വൽ ടു I ഇൻറ്റു R3. ഇവിടെ I കോമൺ ആണ് അല്ലേ, മൂന്നിലും I വരുന്നുണ്ട്. അപ്പോൾ I പുറത്തെടുത്താൽ R1 പ്ലസ് R2 പ്ലസ് R3 കിട്ടും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉള്ള ഈ I നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാലോ ഇവിടെ ഡിനോമിനേറ്ററിലോട്ട് വരും. അപ്പോൾ V/I ദാറ്റ്സ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. എന്താണ് V/I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ്, അപ്പോൾ ഒരു സീരീസ് ആയിട്ട് 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് ഇതിലെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ R1 പ്ലസ് R2 പ്ലസ് R3. ഹെൻസ് വെൻ എ നമ്പർ ഓഫ് റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് the total resistance is equal to the sum of individual resistances. Okay, that is important. അപ്പോൾ നമുക്കൊരു സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ് ആണ് അല്ലേ. ഓക്കെ, ഇതാണ് ഡി സി സീരീസ് സർക്യൂട്ട്. നൗ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡി സി സീരീസ് സർക്യൂട്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ എയറിലൊക്കെ ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ തന്നിരുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡി സി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സീരീസ് ആയിട്ട് എത്ര കമ്പോണൻറ്റ് കണക്ട് ചെയ്താലും എല്ലാത്തിലൂടെയും ഫ്ലോ ചെയ്യുന്നത് സെയിം കറണ്ടാണ്. ദ കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റർ ഈസ് ദ സെയിം അല്ലേ. രണ്ടാമത്തെ ഫീച്ചറോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. അത് നമ്മൾ പറഞ്ഞു, ടോട്ടൽ റെസിസ്റ്റൻസ് R equivalent ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. Now the total power dissipated in the circuit is equal to the sum of powers dissipated in individual resistances. പവറും ഇവിടെ അഡിറ്റീവ് ആണ്, അതായത് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്ന പോലെ തന്നെ ഓരോ റെസിസ്റ്ററിന് ക്രോസ് വരുന്ന പവർ ഡെസിപ്പേഷൻ എല്ലാം കൂടി ആഡ് ചെയ്താണ് എന്ത് ടോട്ടൽ പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡി സി സീരീസ് സർക്യൂട്ട്സ് വരുന്നത്. നോ ഇവിടെ നമ്മൾ ഈ സീരീസ് ആയിട്ട് 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് എന്താണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ റൂൾ എന്ന് നോക്കാം. ഇത് നമുക്ക് സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ, കറണ്ട് ഡിവൈഡർ റൂളും വോൾട്ടേജ് ഡിവൈഡർ റൂളും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ട്, ഒരു ബാറ്ററി V കണക്ട് ചെയ്തിട്ടുണ്ട്. എക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നത് എക്രോസ് ആയിട്ട് എന്തിനാണ് R1-നും R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിന് എക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. നൗ ഇവിടെയുള്ള ഈ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 2 റെസിസ്റ്റേഴ്സിന് എക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാണ്. അതാണ് V1ഉം V2. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആണ്. നമ്മൾ നേരത്തെ ഡി സി സീരീസ് സർക്യൂട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, ടോട്ടൽ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആണ്. വോൾട്ടേജ് അക്രോസ് R1 എന്ന് പറയുന്നത് എന്തായിരിക്കും, I ഇൻറ്റു R1. വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറയുന്നത് I ഇൻറ്റു R2 അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അപ്ലൈഡ് വോൾട്ടേജ് എങ്ങനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്, എന്താണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് നോക്കാം അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ വോൾട്ടേജ് അക്രോസ് R1-നെ V1 എന്ന് എടുത്തു. സോ വോൾട്ടേജ് അക്രോസ് R1 V1 ഈക്വൽ ടു എന്താണ് അപ്ലൈഡ് വോൾട്ടേജ് V ഇൻറ്റു ഏത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത് ദാറ്റ് റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ. സോ
apply V1 is equal to, that is the voltage across R1. V1 equal to what? Applied voltage V into R1 divided by R1 plus R2. ഓക്കെ, ഇപ്പം അണ്ടർസ്റ്റുഡ് ആണ്, മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതായത് അപ്ലൈഡ് വോൾട്ടേജ് V ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ദാറ്റ്സ് ഈക്വൽ ടു V1. അപ്പോൾ എന്തായിരിക്കും V2 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് എ വോൾട്ടേജ് ക്രോസ് R2 അല്ലേ? V2 is equal to അപ്ലൈഡ് വോൾട്ടേജ് V ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. നോക്ക് നിങ്ങൾ, V2 is equal to അപ്ലൈഡ് വോൾട്ടേജ് V ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ റൂൾ. രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് DC പാരലൽ സർക്യൂട്ട് നോക്കാം. അതായത് നമ്മൾ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട് അല്ലേ? ഈ 3 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 2 എൻഡ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു R1 ഉണ്ട്, ഇവിടെ നമ്മൾ ഒരു R3 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ R1, R2 ആൻഡ് R3 ആർ പാരലൽ സർക്യൂട്ട്സ് ആണ് അല്ലേ? ഇതിലേക്ക് ഇങ്ങനെ പാരലലി കണക്ട് ചെയ്തിട്ടുള്ള 3 റെസിസ്റ്റേഴ്സിലേക്ക് നമ്മളൊരു സിംഗിൾ വോൾട്ടേജ് ബാറ്ററി വെച്ചിട്ടൊരു പവർ കൊടുക്കുന്നു അല്ലേ? ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് നമുക്കറിയാം പോസിറ്റീവിൽ നിന്നൊരു കറണ്ട് വരുന്നുണ്ടായി. ഈ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യണം അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പാരലൽ സർക്യൂട്ട്സ് ആണെങ്കിൽ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു നോഡ് കഴിഞ്ഞ് നമ്മളൊരു ക്രിച്ച്ഓഫ് ഒരു കറണ്ട് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇവിടെ ഒരു പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റെസിസ്റ്റേഴ്സ് ഇപ്പോൾ ഈ കണക്ട് ചെയ്ത പോലെ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതിലേക്ക് നമ്മളൊരു അപ്ലൈഡ് വോൾട്ടേജ് V ഉണ്ട് ഫ്രം ദ ബാറ്ററി. ഒരു കറണ്ടായി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇവിടെ നമുക്ക് ഈ ഒരു നോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടിന് ഡിഫറെൻറ്റ് പാത്തുകൾ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നേരത്തെ നമ്മൾ സീരീസ് സർക്യൂട്ട് പറഞ്ഞപ്പോൾ കറണ്ട് ത്രൂ എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയും വരുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരുന്നു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ഇവിടെ പാരലൽ ആകുമ്പോഴോ കറണ്ട് ത്രൂ R1 എന്ന് പറയുന്നതാണ് I1, കറണ്ട് ത്രൂ R2 എന്ന് പറയുന്നതാണ് I2, കറണ്ട് ത്രൂ R3 എന്ന് പറയുന്നതാണ് I3 അല്ലേ? അപ്പോൾ ടോട്ടൽ കറണ്ട് I is equal to എന്തായിരിക്കും? I1 പ്ലസ് I2 പ്ലസ് I3. സെയിം ടൈം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ റെസിസ്റ്റേഴ്സിലെല്ലാം സെയിം വോൾട്ടേജാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പാരലൽ ആൻഡ് സീരീസ് സർക്യൂട്ട് നമ്മളിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, നൗ എന്താണ് ഇവിടെ ടോട്ടൽ കറണ്ട് I ഡിവൈഡ്സ് ഇൻറ്റു 3 പാർട്സ്. നോക്കൂ, നിങ്ങൾ I1 ആയിട്ടും I2 ആയിട്ടും I3 ആയിട്ടും ഇങ്ങനെ 3 ആയിട്ട് ടോട്ടൽ കറണ്ടിനെ ഡിവൈഡ് ചെയ്തു അല്ലേ? I1 എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് ത്രൂ R1, I2 എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് ത്രൂ R2, I3 എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് ത്രൂ R3. നൗ ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഇസ് ദ സെയിം. ഈ 3 റെസിസ്റ്റേഴ്സിലും സെയിം വോൾട്ടേജ് ആണ് വരുന്നത്. അപ്ലൈഡ് വോൾട്ടേജ് V ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കറണ്ട് ത്രൂ R1ന് I1 ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാം V ബൈ R1. ഓംസ് ലോ പ്രകാരം നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഓംസ് ലോ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല ട്രയാങ്കിൾ അല്ലേ? V ഉണ്ട്, I ഉണ്ട്, R ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കറിയാം കറണ്ട് ത്രൂ R1 എന്ന് പറയുന്നത് I1 ആണ്. I1 ഈക്വൽ ടു വാട്ട്? I is equal to V by R അല്ലേ വരിക? V by R1. അതുപോലെ I2 is equal to what? V by R2. Then I3 is equal to what? V by R3. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക്. അപ്പോൾ ടോട്ടൽ കറണ്ട് I is equal to what? I1 പ്ലസ് I2 പ്ലസ് I3. നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I1 എന്ന് പറയുന്നത് V by R1, I2 എന്ന് പറയുന്നത് V by R2, I3 എന്ന് പറയുന്നത് V by R3. എന്നിട്ട് V എന്ന് പറയുന്നത് ഇതിൽ കോമൺ ആണ്, അതിനെ പുറത്തെടുത്തു. അപ്പോൾ I is equal to V ഇൻറ്റു 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3. ഓക്കെ, നൗ ഇതിൽ നിന്ന് ഈ വിയെ നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലേ? ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അപ്പോൾ I ബൈ V ഈസ് ഈക്വൽ ടു 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3. ഓക്കെ, എന്താണ് I ബൈ V എന്ന് പറയുന്നത്? റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് ആക്ച്വലി അല്ലേ? 1 by RP ടോട്ടൽ റെസിസ്റ്റൻസ്, പാരലലിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് RP എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? 1 by RP ഈസ് ഈക്വൽ ടു വാട്ട്? 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് 1 by RP എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പാരലൽ സർക്യൂട്ട്. ഇനി അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ? പാരലൽ സർക്യൂട്ട്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നത്? ഇവിടെ വരുന്നത് വോൾട്ടേജ് ക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. വോൾട്ടേജ് ആണ് സെയിം ആയിട്ട് വരുന്നത് അല്ലേ? അതുപോലെ കറണ്ട് ത്രൂ എനി റെസിസ്റ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ്. നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് I1 ഇസ് ഈക്വൽ ടു V ബൈ R1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ത്രൂ R1 എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. Now the total current in the circuit is equal to the sum of currents in parallel branches. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് I is equal to എന്തായിരുന്നു? I1 പ്ലസ് I2 പ്ലസ് I3. 3 പാരലൽ ബ്രാഞ്ചിലെയും
ടോട്ടൽ കറൻസിൻ്റെ സമ്മാണ് ആക്ച്വലി ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ റെസിപ്രോക്കൽ ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. നമ്മൾ പറഞ്ഞു അല്ലേ, I/V എന്ന് പറയുന്നത് 1/RP ആണ്. 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. ഓക്കെ, now the total power dissipated in the circuit is equal to the sum of power dissipated in individual resistances. അല്ലേ, നമ്മുടെ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ടിൽ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ആസ് ദ നമ്പർ ഓഫ് പാരലൽ ബ്രാഞ്ചസ് ഇൻക്രീസസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് മെയിൻ ഫീച്ചേഴ്സ് ഇവിടെ. അതുപോലെ തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ആൾവേസ് ലെസ് ദാൻ ദി സ്മോളസ്റ്റ് ഓഫ് ദി റെസിസ്റ്റൻസസ്. ഇപ്പോൾ നമ്മളൊരു 2-3 റെസിസ്റ്റേഴ്സ് ഫോർ എക്സാമ്പിൾ ഇതുപോലെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 3 റെസിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 3 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്കൊരു വോൾട്ടേജ് കൊടുത്തു. ഓക്കെ, ഈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് മൈനസ് ആണ് അല്ലേ. ഇവിടെയുള്ള R1 10 ഓമും R2 10 ഓമാണ്, R3 5 ഓം ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് RP എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് RP ഈസ് ഈക്വൽ ടു R/N ആണ് അല്ലേ. അതായത് ഇത് സെയിം ആണെങ്കിൽ മാത്രം, 3 റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ RP ഈസ് ഈക്വൽ ടു R/N ആണ്. ഇനി ഡിഫറൻ്റ് ആണെങ്കിലോ നമ്മളിവിടെ പറഞ്ഞ പോയിൻ്റാണ് വരിക. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ആൾവേസ് ലെസ് ദാൻ ദി സ്മോളസ്റ്റ് ഓഫ് ദി റെസിസ്റ്റൻസ്. ഇവിടെ 10 5 ആണ്. അപ്പോൾ ഈ 5-നേക്കാൾ കുറവായിരിക്കും എന്ത്, ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് 3ഉം സെയിം ആണ്, 10 ഓംസ് തന്നെയാണ് 3 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, RP ഈസ് ഈക്വൽ ടു R/N. സോ 10/3 3 റെസിസ്റ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 10/3 ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് DC പാരലൽ സർക്യൂട്ട്സ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ 2 റെസിസ്റ്റൻസസ് സീരീസുമായിട്ടും പാരലായിട്ടും കണക്ട് ചെയ്താലുള്ള കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നോക്കും നിങ്ങൾ, ഇപ്പോൾ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. R1ഉം R2 പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. R1-ലൂടെ വരുന്ന കറണ്ട് I1ഉം R2-ലൂടെ വരുന്ന കറണ്ട് I2 ആണ്. ഒരു അപ്ലൈഡ് വോൾട്ടേജ് V ഉണ്ട്, കറണ്ട് I ഉണ്ട്. സോ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് RP ഈസ് ഈക്വൽ ടു 1/RP ഈസ് ഈക്വൽ ടു വാട്ട്, 1/R1 പ്ലസ് 1/R2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. സോ RP ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇവിടെ ആക്ച്വലി ഈ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആണ്. ഓക്കെ, ഇനി ഇവിടെ RP നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ പാരലൽ റെസിസ്റ്റൻസ് RP ഈസ് ഈക്വൽ ടു ദിസ് R1 ഇൻറ്റു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, R1 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, സോ പ്രൊഡക്റ്റ് ബൈ സം ആണ് അല്ലേ. ഇപ്പോൾ 2 റെസിസ്റ്റേഴ്സ് മാത്രമാകുമ്പോഴുള്ള കേസാണിത്. അപ്പോൾ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൽ പാരലായിട്ട് വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് RP ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, R1 ഇൻറ്റു R2 അതിൻ്റെ പ്രൊഡക്റ്റ് ബൈ അതിൻ്റെ സമ്മാണ് R1 പ്ലസ് R2. Now the parallel resistor circuit can be considered to be a current divider circuit. ഇവിടെയാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ വരുന്നത് കേട്ടോ. ഈ കറണ്ട് ഡിവിഷൻ റൂളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 2 പാരലൽ കമ്പോണൻറ്റ് വരുന്ന റെസിസ്റ്റേഴ്സ് വരുന്ന ഈ ഒരു പാരലൽ സർക്യൂട്ട്സിൽ R1-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1ഉം R2-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. അതായത് കറണ്ട് ഡിഫറൻ്റ് ആണ് പാരലൽ സർക്യൂട്ട്സിൽ. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഡിവൈഡർ റൂൾ എപ്പോഴും പാരലൽ സർക്യൂട്ട്സിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ I1 നമുക്ക് കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം. ഇതിലൂടെ വരുന്ന ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, I1 ഈക്വൽ ടു കറണ്ട് ത്രൂ R1-നെയാണ് I1 എന്ന് പറയുന്നത്. I1 ഈക്വൽ ടു ദ കറണ്ട് ടോട്ടൽ കറണ്ട് I ഇൻറ്റു നമ്മുടെ ഓപ്പോസിറ്റ് ഏതാണോ റെസിസ്റ്റൻസ് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ കറണ്ട് I ഇൻറ്റു R2. ഇപ്പോൾ I1-ലൂടെയുള്ള കറണ്ട് R1-ലൂടെയുള്ള കറണ്ട് I1 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ കറണ്ട് I ഇൻറ്റു R2 ഉണ്ടോ, I ഇൻറ്റു R2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതുപോലെ ഇപ്പോൾ ഫോർ സപ്പോസ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് R2-ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണെങ്കിലോ I2 ഈക്വൽ ടു I ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. നോക്കില്ലേ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളെ കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ദിസ് ഇസ് കാൾഡ് കറണ്ട് ഡിവൈഡർ റൂൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് പ്രതീക്ഷിക്കണം. വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ലെങ്കിൽ കറണ്ട് ഡിവൈഡർ റൂൾ, അതും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ ഒരു ഡയഗ്രാം തന്നിട്ട് നമുക്കിവിടെ I1 ഓർ I2 കണ്ടുപിടിക്കാനും പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ കറൻസ് I1 I2 കണ്ടുപിടിക്കണം. ഓക്കെ, ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ഈ ഒരു കറണ്ട് ഡിവൈഡർ റൂൾ എഴുതണം. എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും കൂടി എഴുതുക. ടോട്ടൽ കറണ്ട് I ഇൻറ്റു
multiplied with opposite resistance R2 divided by total resistance, that is I1. Okay, I2 is equal to I into R1 by R1 plus R2. Okay, ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ ആൻഡ് കറണ്ട് ഡിവൈഡർ റൂൾ, അതുപോലെ ഡി സി സീരീസ് സർക്യൂട്ട് ആൻഡ് ഡി സി പാരലൽ സർക്യൂട്ട്. ഇത്രയും ടോപ്പിക്സ് നമ്മളിപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ക്വിക്ക് റിവിഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഡി സി സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരൊറ്റ സർക്യൂട്ടിൽ തന്നെ നമുക്ക് ഒരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിന് പുറമെ പാരലൽ ആയിട്ട് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ R2 ആൻഡ് R3 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈക്വലൻറ്റ് പാരലൽ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 കമ്പോണൻറ്റ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഇതിനെ ക്രോസ് ആദ്യം അതിൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സം കണ്ടാൽ മതി. R2 R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3 അല്ലേ. RP ഫോർ പാരലൽ കോമ്പിനേഷൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് RP എന്ന് പറയുന്നത് R2 R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3 ആണ്. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടും. അതായത് എങ്ങനെ കിട്ടുക നമുക്കിവിടെ? ഇപ്പോൾ നമുക്കിവിടെ ഒരു സിംഗിൾ റെസിസ്റ്റർ ഉണ്ട് R1. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മേഷനായിട്ട് നമുക്കൊരു ഒറ്റ റെസിസ്റ്റൻസ് RP കിട്ടി. ഓക്കെ അല്ലേ, RP. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ റെസിസ്റ്റൻസ് RT ഈക്വൽ ടു R1 പ്ലസ് RP അല്ലേ. അപ്പോൾ എന്താണ് RP എന്ന് പറഞ്ഞാൽ? RP ഇവിടെ ഉണ്ട്, R2 ഇൻറ്റു R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ നമ്മൾ പറയുകയാണെങ്കിലോ, ഇവിടെ കറണ്ട് I1 ഉണ്ട് അല്ലേ. ഈ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, I1 ഇൻറ്റു ഈ ഒരു റെസിസ്റ്റൻസ് കറണ്ട് I1 ഇസ് ഈക്വൽ ടു, ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു R1 പ്ലസ് RP. അതുപോലെ വോൾട്ടേജ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പാരലൽ കോമ്പിനേഷനാണ് RP എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന വോൾട്ടേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലൂടെ വരുന്ന കറണ്ട്, ഫോർ എക്സാമ്പിൾ ഇതിലൂടെ വരുന്ന കറണ്ട് I ആണെങ്കിൽ ഈ I ഇൻറ്റു RP ഡിവൈഡ് ബൈ R1 പ്ലസ് RP. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാം. ടോട്ടൽ പവർ ഡെസിപ്പേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും ഓരോന്നിലും വരുന്ന പവർ ഡെസിപ്പേഷൻ്റെ സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു DC സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.